കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ ബേസിക് ഫണ്ടമെന്റൽസ് മനസ്സിലാക്കിയിരുന്നു. ഇന്നത്തെ ക്ലാസ്സിലൂടെ നമുക്ക് ഒരു കമ്പനി എങ്ങനെ പ്രാക്ടിക്കലി അനലൈസ് ചെയ്യാമെന്ന് മനസ്സിലാക്കാം. അതിനായി നമുക്ക് അദാനി പവർ ലിമിറ്റഡ് എന്ന കമ്പനിയെ സിമ്പിളായി തുടക്കക്കാർക്ക് മനസ്സിലാവുന്ന രീതിയിൽ അനലൈസ് ചെയ്ത് നോക്കാം. ടെക്നിക്കൽ വേർഡ്സ് കഴിയുന്നത്ര ഒഴിവാക്കി മാക്സിമം സിമ്പിളായി എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിക്കുകയാണ്. എന്തെങ്കിലും കുറവുകളും സംശയങ്ങളും ഉണ്ടെങ്കിൽ അത് കമൻറ്റ് ചെയ്യാൻ മറക്കാതിരിക്കുക. വെൽക്കം ടു വോൾസ് ആൻഡ് ബോൾസ്. എന്താണ് അദാനി പവർ? ഇത് അദാനി ഗ്രൂപ്പിലുള്ള ഒരു കമ്പനിയാണ്. അദാനി പവർ ഒരു ഇലക്ട്രിസിറ്റി ഉണ്ടാക്കുന്ന കമ്പനിയാണ്. കമ്പനി പവർ പ്ലാന്റ്സിൽ കോൾ ഉപയോഗിച്ച് ഇലക്ട്രിസിറ്റി ജനറേറ്റ് ചെയ്ത് ഗവൺമെന്റിനും പ്രൈവറ്റ് കമ്പനികൾക്കും സപ്ലൈ ചെയ്യുന്നു. ഇനി നമുക്ക് അനാലിസിസിലേക്ക് പോകാം. ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്നത് ticker.finology എന്ന വെബ്സൈറ്റ് ആണ്. ബിഗിനേഴ്സിന് പോലും ഈസിയായി കമ്പനി ഡീറ്റെയിൽസ്, പ്രോഫിറ്റ്, ഡെപ്റ്റ്, ഷെയർ ഹോൾഡിംഗ് എന്നിവയിൽ തുടങ്ങി ഒരു കമ്പനി കീറിമുറിച്ച് പരിശോധിക്കാൻ വേണ്ട എല്ലാ ഡേറ്റയും നമുക്ക് ഈ വെബ്സൈറ്റിൽ നിന്നും കിട്ടും. ആദ്യമായി നമുക്ക് ഈ കമ്പനി പ്രോഫിറ്റ് ഉണ്ടാക്കുന്നുണ്ടോ എന്ന് നോക്കാം. മുൻകാലങ്ങളിൽ കമ്പനി ലോസിലായിരുന്നു. പക്ഷെ ഇപ്പോൾ കുറച്ച് വർഷങ്ങളായി കമ്പനി നല്ല പ്രോഫിറ്റ് ഉണ്ടാക്കുന്നുണ്ട്. അതായത് ബിസിനസ് ഇപ്പോൾ കറക്റ്റ് ഡയറക്ഷനിലാണ് പോകുന്നത്. അടുത്തതായി പ്രോഫിറ്റ്. അദാനി പവറിന്റെ റവന്യൂ കൂടി വരുന്നുണ്ട്, പ്രോഫിറ്റും കൂടി വരുന്നുണ്ട്. ഇതൊരു പോസിറ്റീവ് സൈനാണ്. അടുത്തതായി ഡെപ്റ്റ്, അതായത് കമ്പനി എടുത്തിട്ടുള്ള കടം. അദാനി പവർ മുമ്പ് ഒരുപാട് കടമുള്ള ഒരു കമ്പനിയായിരുന്നു. പക്ഷെ ഇപ്പോൾ കടം കുറച്ചു, ഇൻട്രസ്റ്റ് പേ ചെയ്യാൻ പ്രശ്നമില്ല, കമ്പനി ഫിനാൻഷ്യലി സേഫായി മാറി. അടുത്തതായി ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ്. പ്രോഫിറ്റ് റിയൽ ആണോ അതോ പേപ്പറിൽ മാത്രമാണോ എന്ന് ഈ ഭാഗത്ത് നിന്ന് നമുക്ക് മനസ്സിലാക്കാം. കമ്പനിക്ക് റിയൽ ക്യാഷ് വരുന്നുണ്ട്, അതായത് പ്രോഫിറ്റ് ജെനുവിൻ ആണ്. അടുത്തതായി ഷെയർ ഹോൾഡിംഗ് പാറ്റേൺ. കമ്പനി ഓണേഴ്സിന് ഈ കമ്പനിയിലുള്ള വിശ്വാസം എത്രത്തോളമാണെന്ന് ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇവിടെ പ്രൊമോട്ടേഴ്സ്, അതായത് അദാനി ഫാമിലി മെജോറിറ്റി ഷെയർസ് ഹോൾഡ് ചെയ്യുന്നുണ്ട്. കൂടാതെ വലിയ ഇൻവെസ്റ്റേഴ്സ് കൂടുതലായി ടെൻഡർ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ പ്രൊമോട്ടേഴ്സിൻ്റെ ഹോൾഡിങ്സ് കുറക്കാത്തതും ഒരു നല്ല സൈനാണ്. പക്ഷേ ഇതോടൊപ്പം ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ഗവൺമെൻറ് മാറിയാൽ അദാനി പവറിൻ്റെ പ്രോഫിറ്റിലും വ്യത്യാസം വരാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ കോൾ പ്രൈസ് കൂടിയാൽ എക്സ്പെൻസും കൂടും. അതിനാൽ തന്നെ ബ്ലൈൻഡ്ലി ഇൻവെസ്റ്റ് ചെയ്യാതിരിക്കുക. ചുരുക്കി പറഞ്ഞാൽ കമ്പനിക്ക് പ്രോഫിറ്റ് ഉണ്ട്, കടം കുറവാണ്. അതുപോലെ തന്നെ പവർ ഡിമാൻഡ് ഫ്യൂച്ചറിൽ കൂടാനാണ് സാധ്യത. അതിനാൽ തന്നെ അദാനി പവർ ഒരു നല്ല കമ്പനിയാണ്. ഇത്രയുമാണ് ഇന്നത്തെ വീഡിയോ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കാതിരിക്കുക. ഒപ്പം ഒരു ഡിസ്ക്ലെയിമർ ഉണ്ട്. ഈ കമ്പനി ലോങ് ടൈം ഇൻവെസ്റ്റേഴ്സിന് വേണ്ടി മാത്രമുള്ളതാണ്. ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് ഒരു ഫിനാൻഷ്യൽ എക്സ്പെർട്ടിന്റെ സഹായം തേടുക, അല്ലെങ്കിൽ സ്വയം പരിശോധിച്ച് ഉറപ്പുവരുത്തുക.